പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സ്കോട്ട്ലൻഡിലേക്ക് വരാൻ. നമുക്കൊരു നിമിഷം കണ്ണടച്ച് നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടി. ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. ഓ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും ജീവദാതാവും സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമാകുന്നു. സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ അനുഭവം ഞങ്ങളിൽ പൂർണ്ണമായി നൽകണമേ. ഞങ്ങൾ പാപികളാണെങ്കിലും അങ്ങയുടെ മക്കളാണ്. ഞങ്ങളുടെ കുറവുകൾ അങ്ങേക്ക് അറിയാം. അങ്ങ് ഞങ്ങളുടെ കുറവുകളിൽ നോക്കുന്നില്ല. കാരണം അങ്ങയുടെ സർവാധിപ ശക്തി അത്രയ്ക്ക് കരുണയാണ്. നമ്മുടെ കൂടെ ബലവാനാ, എല്ലാവരും ചേർന്ന് നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയൻ. കണ്ടോ, നമ്മുടെ കൂടെ ആരാണുള്ളത്? നമ്മുടെ കൂടെ എല്ലാവരും ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ. പ്രൈസ് ദി ലോർഡ്. കുർബാനയിലൊന്നുമല്ല, പക്ഷേ നമ്മൾ കുർബാനയിൽ പല പ്രാവശ്യം പറയുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അതിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാകുമ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നവും തീർന്നു. ജ്ഞാനസ്നാനമാണ് നാം സ്വീകരിച്ചത്, ഇല്ലേ? ജ്ഞാന സ്നാനം. ഒന്നെല്ലാവരും പറഞ്ഞേ ജ്ഞാന സ്നാനം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ജ്ഞാന സ്നാനം. മലയാളത്തിൽ മാത്രമേ ബാപ്റ്റിസം എന്ന വാക്കിന് ഇതുപോലെ ഒരു എക്സ്പ്രഷനുള്ളൂ, ജ്ഞാന സ്നാനം. ആ ജ്ഞാനസ്നാന സമയത്ത് നമുക്ക് ദൈവം എന്ത് തന്നു? എന്ത് തന്നു? എന്ത് തന്നു? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്ത് തന്നു? എന്ത് തന്നു? ഒരു 2 മെഴുകുതിരിയും ഒരു തീപ്പെട്ടി എടുത്ത്, മെഴുകുതിരിയും തീപ്പെട്ടി. ജ്ഞാനസ്നാന സമയത്ത് ദൈവം നമുക്ക് ദൈവത്തെ തന്നെ തന്നു. എന്ത് തന്നു? ദൈവത്തെ തന്നെ തന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവനും പടിപടിയായിട്ട് തുറക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നു. ഒരു ആപ്പ്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ, ഇല്ലേ? നമ്മളടുത്ത് നല്ല ഫോണൊക്കെ ഉണ്ട്,
നമ്മൾ വലിയ ആൾക്കാർ അത് ഫോൺ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിള്ളേരുടെ കയ്യിലൊന്ന് കൊടുത്തു നോക്കി, അവരതിനകത്ത് പടപടേ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് അവരതിനകത്ത്. നമ്മൾ അപ്പോഴാണ് അത്ഭുതപ്പെടുന്നത്, ഇത് ഈ പ്രോഗ്രാം ഈ ഫോണിലുണ്ടോ? അവർ പറയും മമ്മിക്കൊന്നും അറിഞ്ഞൂടാ, പപ്പയ്ക്കൊന്നും അറിഞ്ഞൂടാ, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് മാമോദീസായിലൂടെ നമ്മളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബയോഗ്രഫിക്കൽ ഗ്രാഫ് എന്ന് പറയും. ബയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ബയോളജിക്കൽ ഗ്രാഫ്, ബയോളജിക്കൽ ഗ്രോത്ത്. നമ്മൾ 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്. ഓക്കെ, മോന്തന്നോട് ഒന്ന് കത്തിച്ച് നല്ല മെഴുതിരിയാ. ഇത് കണ്ടിട്ട് തോന്നല്ലോ ഒന്ന് മാമോദീസ മുങ്ങിയാക്കൊള്ളാന്ന് ഈ മെഴുതിരി കത്തിച്ച്. ആ നന്ദി, ഇവിടെ നിൽക്കുന്ന ഞുവാ. ഈ മെഴുകുതിരി അല്ലെ ഇത് പിടിച്ച്. ഇപ്പം ഞാൻ മാമോദീസായിൽ നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡെമോൺസ്ട്രേഷനാണ്. മാമോദീസായിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു കാര്യമാണ്. നമ്മുടെ ബേസിക് ഫണ്ടമെൻ്റൽ ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻസ് ഫ്രം ദ ബാപ്റ്റിസം. ഇവിടെ മാമോദീസ തൊട്ടി എവിടെയാ? എവിടെ? ആ അവിടെ ഉണ്ട്. അത് മാറ്റി. സാധാരണ മാമോദീസ തൊട്ടിയുടെ അടുത്ത് ആൽഫ ഒമേഗ കുരിശ് എവിടെ? ഉയർപ്പിൻ്റെ കുരിശ് അല്ല, കുരിശല്ല, ആ മെഴുതിരി, അതും സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും, കുഴപ്പമില്ല. അതായത് ആൽഫ ഒമേഗ എന്ന് എഴുതിയ ഒരു വലിയ മെഴുകുതിരിയില്ലേ, അത് ഈസ്റ്റർ ക്യാൻഡിലാണ്. അതിൻ്റെ അടുത്തുണ്ടാവും. ആ ഈസ്റ്റർ ക്യാൻഡിൽ എന്തിൻ്റെ പ്രതീകമാണ്? ഈസ്റ്റർ ക്യാൻഡിൽ ഉയർപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ആ ഈസ്റ്റർ ക്യാൻഡിൽ. നമ്മൾ സീറോ മലബാർ ആണെങ്കിലും നമ്മളുടെ സ്പിരിച്വാലിറ്റി മുഴുവനും ഒരു ഉയർപ്പിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് സീറോ മലബാറിൻ്റെ. ലത്തീൻ ആരാധനാക്രമത്തിൽ ഉയർപ്പിൻ്റെ അന്ന് രാത്രി പള്ളി മുഴുവനും ഇരുട്ടായിരിക്കും സാധാരണഗതിയിൽ. എന്നിട്ട് വൈദികൻ ഈ ഒരു മെഴുകുതിരിയുമായിട്ട് വരും, ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പള്ളിയിൽ പ്രകാശം വന്നു. അപ്പോൾ ബാക്കിയുള്ളവർ